എൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നതാണ് ഒരു ഓഡിയോ ക്ലിപ്പ്. അപ്പോൾ അത് കേട്ടപ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം. സാധാരണ എന്നോട് ഒരുപാട് ആളുകൾ സഹായങ്ങൾ ചോദിക്കലുണ്ട്. പക്ഷെ ആ സഹായങ്ങളൊക്കെ എങ്ങനെയാ പറഞ്ഞു കഴിഞ്ഞാൽ വീടുണ്ടാക്കി തരുമോ, അല്ലെങ്കിൽ ബാങ്കിൽ ലോൺ അടിച്ചു തരുമോ, അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളാണ്. സ്വർണ്ണം എടുത്ത് തരുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ടൈപ്പ് സഹായങ്ങളാണ് ചോദിക്കല്. ഭക്ഷണത്തിന് വിശക്കണെന്ന് പറഞ്ഞിട്ട് സഹായം ചോദിക്കുന്നത് വളരെ കുറവാണ്. ഇവർ അങ്ങനെ ഒരു ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമം. ഞാൻ പ്ലേ ചെയ്യുന്നുണ്ട്. സാറേ, ഞാൻ വയനാടാണ് താമസിക്കുന്നത്. വയനാട് കൽപ്പറ്റ എന്ന് വെച്ചാൽ ഞാനും എൻ്റെ 3 പിള്ളേരും ഉള്ളു. മൂത്ത 2 പെൺകൊച്ച്, ഇളയ ആൺകൊച്ച്. പ്രായമാകാത്ത പെൺപിള്ളേരാണ്. എന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വാടകയ്ക്കാണ്. നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. എന്ന് വെച്ചാൽ മേപ്പാടിയിൽ നിന്ന് ഉരുൾപൊട്ടി താമസിക്കുന്ന ശ്രുതി എന്ന് പറഞ്ഞ അവരൊക്കെയാണ് ഞങ്ങൾക്ക് അരിയൊക്കെ തന്ന് സഹായിക്കുന്നത്. അതേ അവസ്ഥയിൽ ഞങ്ങൾ നിൽക്കുവാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ 3 പിള്ളേരെ കൊണ്ട് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞങ്ങളൊന്ന് സഹായിക്കാൻ. ഞങ്ങളെല്ലാവരെയും വിളിക്കുന്നുണ്ട്. ഇവിടുത്തെ MLA സഹിതം ഞാൻ വിളിക്കുന്നുണ്ട്. MLA വരാമെന്ന് പറയുന്നതല്ലാണ്ട് ഇനി ഇവരൊക്കെ വരുന്നത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്ത് കഴിയുമ്പോഴായിരിക്കും അവർ ക്യാമറയൊക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് പിള്ളേരുടെ കൂടെ ഒന്ന് ജീവിക്കണം. അതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ സഹായം ചോദിക്കുന്നതാണ്. നിങ്ങളിവിടെ ഒന്ന് വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഞങ്ങളുടെ അവസ്ഥ. ഞാൻ 12 വർഷമായി ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്നു. ഇതുവരെ ഞാൻ ആരോടും ഒരു കാര്യം പറഞ്ഞിട്ടില്ല. ഇതേ മാതിരിയായിട്ടാണ്. ഇപ്പം എനിക്ക് ജോലിയില്ല, ഒന്നും ഇല്ലാത്തൊരവസ്ഥ. ഞാൻ വീട്ടുജോലിക്ക് പോയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം വീട്ടു ജോലിയില്ല, ഒന്നുമില്ല. സാറൊന്ന് പറയണേ, ഞാൻ കാല് പിടിക്കാം. എൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എന്നാ ഇങ്ങനെ സഹായിക്കേണ്ടത്. നിങ്ങൾ വന്ന് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് ചെയ്തു തന്നാൽ മതി. ഞാൻ ഒരുപാട് പേരെ വിളിച്ചിട്ട് അവസാനം ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ട് എൻ്റെ കൊച്ചു പറഞ്ഞു, അമ്മ ഈ മാമനെ വിളിക്കാം നമുക്ക് എന്നും പറഞ്ഞ് എനിക്ക് ഇതെടുത്ത് തന്നത്. അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത്. അവസാനം ഒരു ദൈവമായിട്ട് ഞങ്ങളെ മുന്നിൽ എത്തിച്ചതാവും. അതുകൊണ്ടാണ് എനിക്കിതിൽ ഭയങ്കര വിഷമമായി തോന്നിയത്. വേറെ ഉണ്ട് ഓഡിയോസ്. ആ കുട്ടി എന്നോട് സഹായം ചോദിച്ചപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് പിന്മാറി പോകാൻ കഴിയാത്തത്. ഞാൻ എന്താ പറയുക, ഇതിൽ തുടർന്ന് പോകരുതെന്ന് വിചാരിക്കുന്ന ആളായിരുന്നു. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ച് ഇപ്പം തന്നെ അവരെ പോയി കാണുക. അവർക്ക് എന്താ ആവശ്യമുള്ളത്, ഭക്ഷണം ആവശ്യമുള്ളത്, വേറെ കൂടുതലൊന്നുമല്ല. അപ്പം ആവശ്യം ഉണ്ടായതുകൊണ്ടായിരിക്കും. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആരും ഒരു കള്ളത്തരം പറയില്ല. ഒരു സത്യസന്ധമായിട്ട് ആവശ്യമുണ്ട് എന്നുള്ളതിനോണ്ടാണ് ഞാനിപ്പം തന്നെ കുറച്ച് ഭക്ഷണമായിട്ട് ഓരോരുത്ത് പോകാമെന്ന് വിചാരിച്ചത്. ഇതാണിപ്പം നമ്മളെ ചില മനുഷ്യരുടെ അവസ്ഥ. ഇതൊന്നും ആരോടും പറയാനോ അവർക്ക് അതിനുള്ള സഹായം കിട്ടാനോ ഒന്നും ഒരു നിവൃത്തിയില്ലാത്തതിനോട് നമ്മളതിന് വേണ്ടിയിട്ട് മെനക്കെട്ട് പോയി നോക്കുകയാണ്. കാരണം അത് നാളത്തേക്ക് വെച്ചിട്ട് ഇനി പിന്നീടത് ഭയങ്കര സങ്കടപ്പെടുന്ന ഒരവസ്ഥ ആയി പോകരുത്. അതുകൊണ്ട് ഇന്ന് തന്നെ അതിന് എന്തെങ്കിലും ഒരു പരിഹാരം. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. വലിയ എന്താ പറയുക, ലക്ഷക്കണക്കിന് ഉറുപ്പ്യൊന്നും ആവശ്യമില്ലാത്തൊരു കേസല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. പോയി നോക്കാം. അപ്പോൾ നമ്മൾ പുറപ്പെടുകയാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഷോപ്പിൽ ഞാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു കുറച്ച് കാലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ സാധനങ്ങൾ. അതും കൊണ്ടിട്ടൊന്ന് പോവുകയാണ് അങ്ങോട്ടേക്ക്. അമ്മ പറഞ്ഞാ ആശ എവിടെ വണ്ടി പോവോ? ഞാൻ കാണാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ്. എൻ്റെ പിള്ളേരെപ്പോഴും പറയാം മാമനെ കാണണമെന്ന്. എൻ്റെ പേര് മനാഫ്. എനിക്കറിയാം. ഇരിക്കാൻ കസാരയൊന്നും ഇല്ല. ഒറ്റ മിനിറ്റ്, ഞാൻ കുറച്ച് ഭക്ഷണ സാധനം കൊണ്ടുവന്നിക്കണേ. ഇതിൻ്റെ സുഹൃത്തുക്കളാ ഇവിടെ ഉള്ള തന്നെ. വരും. ഇതെന്തത്? ആ ഓക്കെ സാർ. ഒന്നല്ലായിരുന്നു. ഓല് പിടിച്ച് ഓക്കെ. ചിക്കൻ കോല കുറേ ചിക്കൻ കൂട്ടിയിട്ടുണ്ടാവും, കുറേ അതിൻ്റെ
മക്കളല്ലേ? ആ ഹാ ഹാ. ആ കുഴപ്പമില്ല. വരി. നിങ്ങൾ ശരിക്കും എവിടെ ഉള്ള? ഇടുക്കിയ? എന്തിന് ആത്മഹത്യയാണ് ഇത്? നമ്മളൊക്കെ അല്ലേ? നമ്മളൊക്കെ ഉണ്ട്, പക്ഷെ അന്നേരം ഒന്നും നമ്മളിങ്ങനെ കാണുന്നില്ല ആരുമായിട്ട്. ഇപ്പൊ ഇവരെ പഠിപ്പിക്കാനോ ഒരു ജോലി ഒന്നും ഇല്ല. വീട്ടില് വാടക കൊടുക്കണം. പഠിക്കുന്നില്ലേ? ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഇന്ന് പോയില്ല, ഇന്ന് ഭക്ഷണമൊന്നും ഉണ്ടായില്ല. സ്കൂളിൽ ഭക്ഷണം കൊടുത്തു. മറ്റേ ശ്രുതിയില്ലേ, നിങ്ങളെ ഫോൺ നമ്പർ എത്ര? 8075831791. പേര് ഇവിടെ എഴുതി വെച്ചിക്കണേ കേട്ടോ. ഷഹൽ യൂട്യൂബിൽ ഇങ്ങനെ നോക്കാം. അങ്ങനെയാണ് നമ്പർ എടുത്തത് കൊച്ച്. യൂട്യൂബിൽ നോക്കി. എന്താണ് നിങ്ങൾ അങ്ങനെയൊക്കെ പ്രയാസപ്പെടും ഇവിടെ? നിങ്ങൾക്ക് റേഷൻ കാർഡ് അങ്ങനെ ഒന്നും തന്നെ? ഇവിടെ ആരാ പഞ്ചായത്ത് വാർഡ് മെമ്പർ ഉണ്ടോ? ഇവിടെ ഉണ്ട്. പിള്ളേരെ 3 പേരെ നോക്കി. അപ്പൊ എല്ലാവരും കൂടെ പറയും ആത്മഹത്യ ഒരു ഇതിനല്ല. പിള്ളേർ ഇത്ര 3 പിള്ളേരില്ല, അവരെ കൊണ്ടുവരാൻ നോക്കി വളർത്തി. അതെ അതെ അതെ. പിള്ളേർ പഠിച്ചിട്ടുണ്ടായില്ല. പഠിക്കാൻ വിടാതിരിക്കുന്ന ഒന്നുമില്ല. ഒറ്റയ്ക്കായതിന്റെ ഒരു വിഷമം അതെല്ലാം കൊണ്ട് പിള്ളേർ 3 വർഷം വീട്ടിൽ ഇരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ മുണ്ടേ സ്കൂളിൽ ചേർത്ത് അവിടെയാണ് പഠിക്കുന്നത്. നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തോളം നല്ലോണം പഠിക്കും. ഡോക്ടറാവണം അതൊക്കെ അവിടെ പഠിച്ചിട്ട്. ഒക്കെ പഠിക്കാൻ ബുക്കൊന്നും ഇല്ലെങ്കിൽ ഇത് മേലത്ത് കൺവെൻസ് വെച്ചിട്ട്. ഷാൽ ഭായ്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ നമ്പർ തരാം. നിങ്ങൾക്ക് കഴിയാത്ത ഇതുണ്ടെങ്കിൽ എന്നെ വിളിട്ടോ. ഓല അറിയാത്തതിനോട് ചോദിക്കും. നിങ്ങളെ അറിയാത്തതുകൊണ്ട് ഞങ്ങള് ഇവിടെ വരുന്നത് ആസാദ്ക്കാൻ അറിയാം. എപ്പോഴും ഞാൻ ഇതിന്റെ നേരൊക്കെ റൂം നോക്കാൻ വന്നിട്ടുണ്ട്. ആസാദ്ക്കാനപ്പോ മൂപ്പരൊക്കെ എപ്പോഴും ഉണ്ടാവും. മൂപ്പരൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ജോലി നോക്കുന്നുണ്ട്. കൽപ്പറ്റയില് ലോട്ടറി കട ഇടാം അങ്ങനെ ആകുമ്പോ നോക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് വാടകയും കൊടുത്ത് ഇത് കൊണ്ട് ചെലവെല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് പറ്റുന്നില്ലല്ലോ. ഇതെത്ര ഉണ്ട് വാടക? 5000 രൂപ വാടക. കഴിഞ്ഞ മാസത്തെ വാടക കൊടുത്തിട്ടൊന്നുമില്ല. അവളാ പറഞ്ഞത് അങ്കുളിനെ കാണണം രാവിലെ ഒട്ട വീട്ടിലേക്ക് വരുന്നു. ഞാൻ ഓരോ തിരക്കിൽ ഉണ്ടാവണതാണ്. അപ്പൊ ഞാൻ ഈ ഒരു നിങ്ങളിങ്ങനെ ഒരു ആത്മഹത്യ ഒരു വക്കീലാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് 100 കൂട്ടം ഇനി നിങ്ങൾക്ക് കുറെ ഏട്ടനനിയന്മാരുണ്ട് കേട്ടോ. ഇനി അങ്ങനെ ചിന്തിക്കരുത്. അല്ല, ഇനി നമ്മളൊക്കെ അറിഞ്ഞല്ലോ, വന്നല്ലോ. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നോക്കണ്ട. ഓർക്കൊക്കെ ഓരോ ഇല്ല. ഇനിയിപ്പോ ഞാൻ വന്നല്ലോ. ഇനിയിപ്പോ എന്തായാലും ഇത് നാടറിയും. അപ്പൊ ഇനി എല്ലാരും സഹായിക്കും. എന്താ പറയുക, വയനാട്ടുകാർ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ല മനുഷ്യന്മാരുള്ള സ്ഥലമാണ്. നല്ല മനുഷ്യരാണ്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ഈ അവസ്ഥ ഇവിടെ ഉള്ള ചെറുപ്പക്കാരും ആരും അറിഞ്ഞിണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും കേട്ടോ. നിങ്ങളിപ്പോ പരിചയപ്പെട്ടു അപ്പോഴാണ് എന്താണ് ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്നുള്ള സംഭവം നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവലുണ്ട്. ഫുൾ ടൈം ഞങ്ങൾ ഉണ്ടാവലുണ്ട്. പെട്ടെന്നാണ് ഇങ്ങനെ ഒരു സംഭവം. ഇപ്പൊ നിങ്ങൾ വന്നപ്പോഴാണ് ഈ സംഭവം നിങ്ങൾ അറിയുന്നത്. ഇവിടെ പോകുമ്പോ ചിലപ്പോ എന്താ പറയാ, നമ്മളെ സുഹൃത്തിന്റെ ഫോൺ നമ്പർ കുട്ടികളാരോ വാങ്ങിയിട്ട് എനിക്ക് ആ മെസ്സേജ് അയച്ചു തരും. ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്, ഇങ്ങനെ ഒരു പ്രയാസമാണ്. പഠിച്ച ഡോക്ടറാണെന്ന് അതിനുള്ളതൊന്നും എനിക്കില്ല. പഠിപ്പിക്കാൻ പറ്റുന്ന ബുക്ക് പോലെ ടീച്ചർമാരാണ് ചില സമയം വാങ്ങിക്കൊടുക്കുന്നത്. മോന് എത്രല്ല? 5 മോളോ? എത്രല്ല മോള്? 7. മൂത്തത് മോളാ? അച്ഛന് ഇല്ല.
ഇവളായിരുന്നു വിളിക്കും വർക്കൊക്കെ ചെയ്തേ. ആ ആ ആ ആ 12 വർഷം ഞാൻ ഒരു മുറി തന്നെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കൂടി വന്ന് പിള്ളേരെ നോക്കണമല്ലോ. 12 കൊല്ലമായിട്ട് ഇടുക്കിന്ന് ഇങ്ങോട്ട് പോന്നാ? ഞാനിവിടെ വന്നിട്ട് ഇപ്പൊ 3-5 വർഷമായതേ ഉള്ളൂ. ഇനി എല്ലാരും ഉണ്ടാവും കേട്ടോ. ഇവളെന്നോട് പറയാം, അമ്മ അങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകല്, ഞങ്ങളെ 3 പേരെയും കൊണ്ടുപോകണം. അങ്ങനെ ഒന്നും ഇനി എന്തുണ്ടെങ്കിലും ആവശ്യമില്ല. എല്ലാരും ഇവിടെ MLA വരെ പോയി വിളിച്ചു. എന്റെ ഷോപ്പാണ് ഈ ബേക്കറി. ഇവിടെ ബേക്കറി ഉണ്ട്. ചപ്പാത്തി എന്റെ ഷോപ്പ്. എന്താവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി, ധൈര്യത്തോടെ വന്നാൽ മതി. ഞങ്ങള് ഇവനില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. ഞങ്ങള് എത്രയോ കാലമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളതാണ്. ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ അറിയാത്തതുകൊണ്ടാണ് ഈ നമ്പർ വിളിച്ചാൽ മതി. എന്താവശ്യം അത് ടൈമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താവശ്യം നിങ്ങൾ വിളിച്ചോ, അത് ഞങ്ങൾ അവിടെ എത്തിച്ചേരും. ഇതിനെ എല്ലാത്തിനും പരിഹാരമുണ്ട്. നിങ്ങളെ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അതിനൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. നാട്ടുകാരുണ്ട്, നമ്മളുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. ഈ കുട്ടികൾ നല്ല പഠിച്ച് ഇതാവട്ടെ. ഇവരെ പഠിപ്പിന് ഇനി ഗവൺമെന്റ് സ്കൂളിലല്ലേ മോള് തന്നെ? അവിടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ തന്നെ? നല്ല പഠിച്ചോണ്ട് ഈ ബാക്കിയുള്ള അമ്മേൻ്റെ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട. ഭക്ഷണ കാര്യങ്ങളും ഇതൊക്കെ കേട്ടോ. പോയി നല്ല ചിക്കൻ കൊണ്ടുവന്നിട്ട് കറി വെച്ച് മക്കൾക്ക് കൊടുക്കുക. ഇനി ഞാൻ എൻ്റെ നമ്പർ ഞാൻ എഴുതി തരുന്നുണ്ട്. പിന്നെ അത് അത്രയും അത്യാവശ്യം വരുമ്പോൾ എന്നെ വിളിച്ചോളേണ്ടി. നമ്പർ ഒന്നാമത് ആൾക്കാരെ കൈ കിട്ടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആണ്. ഹസ്ബൻഡ് ഉണ്ടോ അല്ലെങ്കിൽ മരണപ്പെട്ടോ? വിട്ടുപോയതല്ലേ? ആ എന്തൊക്കെയുണ്ട് കേട്ടോ. ഇങ്ങനെ എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സുഖമാണല്ലോ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ ഇവർ ഇത്രയും ആൾക്കാരുണ്ടല്ലോ. നിങ്ങൾക്ക് ധൈര്യത്തിൽ സഹോദരന്മാരായിട്ട് വിശ്വസിച്ച് കാര്യങ്ങൾക്ക് ഇവിടെ ഉണ്ടല്ലോ ഒരു ബേക്കറി കേട്ടോ. നിങ്ങളെ കാര്യത്തിൽ ഒരു പരിഹാരമാവും കേട്ടോ. ഞാൻ അങ്ങനത്തെ ഒന്നും ചിന്തിക്കരുത്. അമ്മക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതിയെ കേട്ടോ. നല്ല ആളാ. അങ്ങനെയൊന്നും അല്ല. ഈ കുട്ടികളെ കാര്യം ആലോചിക്കട്ടെ നിങ്ങൾ. അങ്ങനെയൊന്നും തോന്നാനേ പാടില്ല നിങ്ങൾക്ക്. ഞാനൊക്കെ എനിക്ക് അയച്ച വോയിസ് കേട്ടപ്പോൾ അതാണ് അപ്പം ഇങ്ങോട്ട് വന്നിട്ടത്. അങ്ങനൊന്നും ചിന്തിക്കണ്ട കേട്ടോ. നല്ല പഠിക്കാൻ മോളെ കേട്ടോ. ബാക്കിയുള്ളവർ ഉഷാറായിട്ട് ഏച്ചില്ലേ എല്ലാവരും കേട്ടോ ഇരുത്തി പഠിപ്പിക്കുക. ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം ഉണ്ടാവും കേട്ടോ. എന്നാ ശരിയാ. ഇന്നിപ്പോൾ വല്ലാതെ മനസ്സിന് ഭയങ്കര ഒരു നീറ്റൽ. കാരണം എനിക്കിങ്ങനെ ഒരു സുഹൃത്ത് അയച്ചെന്ന മെസ്സേജ് കേട്ടിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോണത്. ഭക്ഷണ സാധനങ്ങളായിട്ട് പോയി ആ വീട്ടിലെ ആ ഒരു അവസ്ഥ നേരിട്ട് കണ്ടപ്പോൾ ആകെ ബേജാറായിപ്പോയി. നിങ്ങളിന്ന് വന്നില്ലെങ്കിൽ ഞാൻ ഈ കുട്ടികളായിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി. കുട്ടികളെന്താവുമെന്ന് അറിയില്ല എന്നൊക്കെ ആ സ്ത്രീ പറയുമ്പോഴാണ് ഇതിൻ്റെ ഒരു വ്യാപ്തി ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഷോക്കായിപ്പോയി. ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഇപ്പം കുറച്ച് കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു. ഇത് ആ സ്ത്രീക്ക് ഇടുക്കിയിലുള്ളതാണ്. ഇങ്ങോട്ട് 12 കൊല്ലമായിട്ട് അവിടുന്ന് താമസം മാറി എന്നാണ് പറഞ്ഞത്. ആ താമസം മാറിയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു റേഷൻ കാർഡ് പോലും ഒപ്പിച്ചിട്ടില്ല. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ പ്രയാസം. പല ആളുകൾക്കും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ലോൺ അടിക്കാത്ത അങ്ങനെ പല പ്രയാസങ്ങളുണ്ടെങ്കിലും അതിനേക്കാളും വലിയൊരു പ്രയാസമാണ് ഭക്ഷണം. വിശപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തതാണ്. ഇന്ന് ഭക്ഷണമൊന്നും ഇല്ലാത്തതിനോട് കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല പറയുമ്പോൾ അതിനെക്കാട്ടും വലിയ സങ്കടം തോന്നുക. നമ്മളെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അവരെ എന്താ പറയുക
അവർ കറക്റ്റായ സ്ഥലത്ത് എത്തിപ്പെടായിട്ടായിരിക്കും. ഈ കാലഘട്ടത്തിലും ഞാൻ ആലോചിച്ച് നോക്കുകയാണ്, ഈ കാലഘട്ടത്തിലും ഭക്ഷണത്തിന് പ്രയാസം എന്ന് പറയുമ്പോൾ, വിശപ്പ് സഹിച്ച് ഇങ്ങനെ ജീവിക്കുക പറയുമ്പോൾ പറയാനുള്ള ഒരു മടി കാരണമായിരിക്കും. എനിക്ക് ആ ആളുകളോടാണ് പറയാനുള്ളത്, ഇനിയും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യസമേതം ആ നാട്ടിലുള്ള കുറച്ച് ചെറുപ്പക്കാരോട് നിങ്ങൾ കാര്യം പറഞ്ഞു നോക്കേണ്ടി, നിങ്ങൾ ആ പ്രശ്നം തീരും. ഇപ്പം എൻ്റെ കുറച്ച് അവിടെയുള്ള സുഹൃത്തുക്കൾ ആ ഒരു കാര്യം അറിഞ്ഞ പ്രകാരം എൻ്റെ കൂടെ വന്ന് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പരമാവധി ചെയ്തോളാന്ന് പറഞ്ഞ് ആ സ്ത്രീക്ക് ഒരു ജോലി തരപ്പെടുത്തി കൊടുത്തുകൊള്ളാൻ. ഇങ്ങനെയൊക്കെ നമ്മളിടയിൽ ആളുകളുണ്ട്. അപ്പം ഞാനിതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇപ്പോൾ ചെയ്യണത്, ചില ആളുകൾ ചോദിക്കും ഇതിനെ വിറ്റ് കാശാക്കണമല്ലോ എന്ന്. അങ്ങനൊന്നും ആരും ചിന്തിക്കേണ്ട. എന്തെങ്കിലും ഇതിൽ നിന്ന്, ഈ ചാനലിൽ നിന്ന് എന്ത് വരുമാനം കിട്ടിയാലും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ അതിങ്ങനെയുള്ള ആളുകൾക്ക് ഉപകാരത്തിൽപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ഏകദേശം എൻ്റെ അഭിപ്രായത്തിൽ 1 മാസത്തിൻ്റെ അടുത്തേക്കുള്ള സാധനങ്ങൾ ഇപ്പോൾ അവരെ വീട്ടിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ പല ആളുകളുണ്ടാവും. നമുക്ക് കിട്ടുന്ന, ഞാനായിട്ട് ഉണ്ടാക്കിയതല്ല ഈ ചാനൽ. ഈ ചാനൽ എന്തെങ്കിലും ഒരു പ്രോപ്പർ ലെവലിൽ പോകണമല്ലോ. അപ്പോൾ ഇങ്ങനെയും കുറേ കാര്യങ്ങൾ ചെയ്തത് നമ്മൾ ഈ ചാനലിട്ട് നിങ്ങൾ ഇനിയും കാണുകയാണെന്നുണ്ടെങ്കിൽ അതിലും എന്തെങ്കിലും വരുമാനം വരികയാണെങ്കിൽ അതൊക്കെ ജനങ്ങളിലേക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആവശ്യക്കാർ നമ്മളെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും സന്ദർഭം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ടീം അവിടെ പോയി അവരെ സഹായിക്കാൻ ശ്രമിക്കും. ഇന്നത്തെ ദിവസം